എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഇന്നോവ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,23,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ലാത്ത ഒരു കിഡിലൻ സെഡ് ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുവാണ്, നമ്മുടെ വണ്ടികളെല്ലാം ഉള്ളത് ഡൽഹിയിലാണ്. നമ്മൾ ഡൽഹിയിലെ റേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട്, ആസ്കിങ് റേറ്റ് ആണ് നിങ്ങളോട് പറയുക. നമ്മളോട് ഒരുപാട് പേര് വണ്ടിക്ക് ലോൺ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചില വണ്ടികൾക്ക്, സെലക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നാഷണലൈസ്ഡ് ബാങ്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിയിൽ നിന്നൊന്നുമല്ല, നല്ല ബാങ്കുകളിൽ നിന്ന് തന്നെയാണ് നമ്മളത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. അതും ഞാൻ ആദ്യം പറയുവാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ലൈക്കും കമൻറ്റും തരിക. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വണ്ടി അവർ ഡൽഹിയിൽ നിന്ന് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ദയവായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു പോകാം. നമ്മൾ പെയിൻറ്റ് ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈ ഒരു സൈഡിൽ എങ്ങും പെയിൻറ്റ് വന്നിട്ടില്ല. പെയിൻറ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതാ ഈ ഒരു റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് പെയിൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ നോർമലി അറിയാമല്ലോ, ബമ്പർ ആ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വരയാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ പെയിൻറ്റിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ ടൊയോട്ടയുടെ ഗ്ലാസ്സുകൾ 2019 സീരീസിലുള്ള ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ്സുകളാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ സൈഡ് മിററിനൊക്കെ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള കവറായിരിക്കും വരിക. നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതലുള്ള വണ്ടിയാണ്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, നമുക്ക് മിറർ അകത്തുനിന്ന് തന്നെ ഫോൾഡ് ചെയ്യാനുള്ള സംവിധാനം വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വാഹനമാണ്. അതുപോലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരിക, നോർമൽ ഹെഡ്ലൈറ്റ്സ് അല്ല വരിക. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുള്ള വണ്ടിയാണ് സെഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ്. ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് വരിക. അപ്പോൾ ഇനി നമ്മൾ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ പുറക് ഡോറിലേക്ക് വരികയാണ്. പുറക് ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെയെങ്ങും സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുവാണ്. പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ രണ്ട് ടെയിൽ ലൈറ്റിൽ, ഈ ഒരു ടെയിൽ ലൈറ്റിൽ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്, ഇതിനും ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് വണ്ടി എടുത്താലും ഇത് പുതിയത് വെച്ച് അവർ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ബൂട്ട് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഭാഗത്തും തുടങ്ങാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഭാഗത്തേന്നും കാണാം. പേസ്റ്റിങ് എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ്. ഈ ഭാഗത്തും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഈ ഒരു ഇത് മാറി തരുന്നതാണ്. ഇതിന് ചെറിയൊരു ക്രാക്കുണ്ട്. ഇനി നമ്മൾ താഴെ വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചെറിയ റെസ്റ്റൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയൊരു സംഭവമൊന്നും ഇല്ല. നോർമലി വരുന്നതാണ് മിക്കവാറും വണ്ടികൾക്ക്. കാരണം ഇവിടെ വീഴുന്ന വെള്ളത്തിൻ്റെ അംശമല്ല, വണ്ടി കഴുകുമ്പോൾ ഉള്ള വെള്ളം ഇതിനകത്ത് നിന്നിട്ട് ചെറിയ റെസ്റ്റിൻ്റെ ഒരു ഇത് വരുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ബോണറ്റിൻ്റെ പേസ്റ്റിങ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഡോർ പാഡിൻ്റെ അകവശവും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഏറ്റവും പുറകിലത്തെ നിരയിൽ വെക്കാനായിട്ടുള്ളൊരു ഹെഡ്റസ്റ്റ്. പിന്നെ ഇതിനകത്താണ് നമുക്ക് ഇതിൻ്റെ ജാക്കിയും അതിൻ്റെ സ്പാനറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പുറകുവശം അടച്ചിട്ട് മുൻവശത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വശത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഒന്നിച്ച് ഞാൻ പറയാം. ഈ ഒരു ഭാഗത്തൊന്നും ഒരിടത്ത് പോലും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് വന്നിട്ടില്ല, ഡെൻറ്റുകളോ
അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ബോഡി ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ സൈഡിലെയും എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഈ ഡോറ് തുറന്ന് ഇതിന് ഉൾവശത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ മേൾ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ഇനി നമ്മൾ ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ ഡോറിലേക്ക് വരാം. ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇത് നേരെ പുറകിൽ വരുമ്പോഴത്തേന് അവിടെ ഒരു വുഡൻ ഫിനിഷിലുള്ള ഇതാണ് വരുന്നത്. സ്വിച്ചുകളൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. പൊതുവെ ഇന്നോവ ക്രിസ്റ്റകളുടെ ഈ ഒരു ഭാഗത്ത് AC-യുടെ വെന്റുകളിൽ ഒരു പൊട്ടൽ വീഴാറുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഈ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇനി മേൽവശത്തെ നോക്കിയാൽ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുൻവശത്തേക്ക് പോകാം. ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഇവിടെ ഡെൻറ്റോ സ്ക്രാച്ചോ റീപെയിൻറ്റോ ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് 2 ഹെഡ്ലൈറ്റുകളിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഇത്രയും ഒരു പോർഷൻ മാത്രം അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്മളോട് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ കാണിച്ചത് അവരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കുഞ്ഞ് കല്ലടിച്ച പോലത്തെ ഒരു ഡെൻ്റ് ഉണ്ട്. അതൊന്നും വീഡിയോയിൽ ചിലപ്പോൾ കാണത്തില്ല. എന്നാലും നമ്മളിതൊക്കെ എടുത്തു പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ പേസ്റ്റിങ് നോക്കുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ നട്ടുകളൊക്കെയും നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ക്ലിപ്പുകൾ ക്രാക്ക് വീണിട്ട് പ്ലാസ്റ്റിക് വെൽഡ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുകയാണ്. ഈ 2 ഭാഗത്തും പ്ലാസ്റ്റിക് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തെയും ക്ലിപ്പ് പ്ലാസ്റ്റിക് വെൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊന്നും പൊട്ടൽ വന്നിട്ടില്ല. അതുപോലെ നമുക്ക് ഫ്രണ്ട് വശത്തെ പഞ്ചിങ് മാർക്കുകൾ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻജിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി ഓടിക്കാനായിട്ട് നല്ല സ്മൂത്താണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ സർവീസ് കഴിഞ്ഞുള്ളൂ. 1,23,000 ആണ് ഓടിയിരിക്കുന്നത്. അതിൽ 1,23 തന്നെയാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് കമ്പനി സർവീസിൽ പോയിരിക്കുന്ന വണ്ടിയാണ്. അതുപോലെ ഇത് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ഇത് പവർ മോഡിലിട്ടാണ് ഞാൻ ഓടിക്കുന്നതെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തന്നെയാണ് അത് ഇക്കോ മോഡിൽ തന്നെയാണ് ഓടിക്കുന്നത്. വണ്ടി നല്ല സ്മൂത്താണ്, നല്ല പവർഫുൾ ആയിട്ട് പോകുന്നുണ്ട്. വണ്ടിക്ക് ഗിയർ ഷിഫ്റ്റിൽ ആകോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ ഈ ഭാഗങ്ങളിലൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ഈ AC-യുടെ വെന്റിലേക്ക് വരുമ്പോഴത്തേന് ഈ വെന്റിലാണ് സാധാരണ മിക്കവാറും വണ്ടികളിൽ ഒരു ക്രാക്ക് വീഴുന്നത്. അതൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. സ്റ്റിയറിങ്ങിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേന് നോർമലി എല്ലാ ക്രിസ്റ്റയിലും വരുന്ന പോലെ തന്നെ 1-2 ചെറിയ ക്രാക്കുകളും ചെറിയൊരു കളർ വ്യത്യാസവും വന്നിട്ടുണ്ട്. നമുക്കിത് പുഷ് ബട്ടൺ സ്റ്റാർട്ടായിട്ടുള്ളൊരു വാഹനമാണ് വരുന്നത്. ഇനി നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് അവിടെയെങ്കിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഗിയർ നോബിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ തേയ്മാനങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഫ്രണ്ട് സീറ്റൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ കമ്പനിയുടെ ഒറിജിനൽ ലെതർ സീറ്റുകളാണ് കിടക്കുന്നത്. ഡ്രൈവർ സൈഡ് സീറ്റിലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അത് നമ്മൾ ഈ വണ്ടി പോളിഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് വണ്ടി ആദ്യമേ കാണാൻ വരുമ്പോഴത്തേനും നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരതിന് പ്രകാരം അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും സെയിം മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകെ നിര സീറ്റുകൾ ഒന്ന് കാണാം.
നിര സീറ്റുകളിലേക്ക് വരുമ്പോഴും പുറകിലത്തെ നിര സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. കമ്പനിയുടെ ഒറിജിനൽ ലെതർ സീറ്റുകളാണ് കിടക്കുന്നത്. ഇന്റീരിയറിൽ നമ്മൾ അഡീഷണൽ ഒരു മാറ്റൊക്കെ വാങ്ങിയിടണം. ഇപ്പോൾ ടൊയോട്ടയുടെ വരുന്ന ആ സമയത്തുള്ള നോർമലായിട്ടുള്ള മാറ്റുകളാണ് കിടക്കുന്നത്. ഏറ്റവും പുറകു നിര സീറ്റുകളിലേക്ക് പോകുമ്പോഴത്തേന് പുറകിലത്തെ നിര സീറ്റുകളിലും ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ആ സീറ്റുകളും ഒക്കെ ഇരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ റൂഫിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ റൂഫിലൊന്നും ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നമ്മുടെ എ സിയുടെ വെൻറ്റുകളും ഓട്ടോമാറ്റിക്കലി നമുക്കത് കൺട്രോൾ ചെയ്യാനുമുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആംബിയൻസ് ലൈറ്റിൻ്റെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് വീണ്ടും നമുക്കൊന്നും കൂടെ കാണിക്കാം. ഫ്രണ്ട് വശമൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ അലോയ്സ് ആണ് ഇതിൽ കിടക്കുന്നത്. ടൊയോട്ടയുടെ അപ്പോളോയുടെ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 80-90% ഉള്ള അപ്പോളോയുടെ 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. എല്ലാ ടയറുകളും ഒരേ സീരീസിലുള്ള 2023 തോന്നുന്നു സീരീസിലുള്ള ടയറുകളാണ് കിടക്കുന്നത്. ഒരു 80% ത്രെഡുള്ള ടയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് നമുക്കൊരു 75% ഉള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓൾ അറൗണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയുവാണ്. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,23,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ലാത്ത സിൽവർ കളറിലുള്ള ഇത് 2.8Z ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് ജൂൺ വരെ വാലിഡ് ആണ്. അതുപോലെ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 80-90% ഉള്ള അപ്പോളോയുടെ 4 ടയറുകളാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതുകൂടാതെ സ്റ്റെപ്പിനി ആണെങ്കിൽ നമുക്കൊരു 80% ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് കീ അവൈലബിൾ ആണ്. അത് അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് കീ ആണ്. അതുപോലെ ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 16,50,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ നെഗോഷിയേഷൻസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്ക് എങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിനെ പറ്റി നിങ്ങൾ അവരോട് പറയുക. നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡെയിലി ഒരുപാട് വണ്ടികളുടെ ഫോട്ടോസ് ഒന്നും ഇട്ട് ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. അത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അത് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് നോക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ആയിരക്കണക്കിന് ഫോട്ടോസ് വരും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു വാഹനം എടുത്ത് നാട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ RTOയിൽ നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറി തരുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് ചെയ്തു തരാനുണ്ടോ, എന്തെല്ലാം ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്യാനുണ്ടോ, എല്ലാ കാര്യങ്ങളും 100% റെസ്പോൺസിബിലിറ്റിയോടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും അത് മനസ്സിൽ വെച്ചിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അപ്പം ഇതിലും കിടിലൻ ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.